ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നുള്ളത് യൂറോപ്പിലെ ബെൽജിയത്തിലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC പ്രിസിയോസ എന്ന് പറഞ്ഞ ഷിപ്പാണ് കണ്ടത്. അപ്പോൾ ഞാൻ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ഈ ബസ്സിൽ ആദ്യം തന്നെ കയറി സീറ്റ് പിടിച്ചു. കാര്യം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സീനാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ MSC കാണാം. ഈ ഷിപ്പിൽ ഏകദേശം 4000-ഓളം പാസഞ്ചേഴ്സും 2000-ഓളം എംപ്ലോയീസും ഉണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ബസ്സിൻ്റെ പുറത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണിത്. ഒരുപാട് ബോക്സി ടൈപ്പുള്ള വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ച് കാണാം. അതായത് നമ്മളൊരു 97-98 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സുരേഷ് ഗോപി സിനിമകളുണ്ടല്ലോ, ഹൈവേ, തക്ഷശില, അതിലൊക്കെയുള്ള ഒരു ജിപ്സി ടൈപ്പ് വണ്ടികളാണ് കേട്ടോ. അന്ന് മുതലേ നമുക്ക് ജിപ്സിയൊക്കെ ഒരു ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് നിങ്ങളുടെ വണ്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനെ നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം നമ്മൾ ഷിപ്പുള്ള സ്ഥലത്ത് നിന്നും ബെൽജിയത്തിലെ സീബ്രൂജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ബസ്സിൽ പോകാനുണ്ട്. അപ്പോൾ ബസ്സിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കുക, ഒരുപാട് പെയിൻറ്റിങ്ങുകളൊന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഓവറാക്കി എല്ലാ കളറുകളും മിക്സ് ചെയ്ത് ഓവറാക്കി കൊളാക്കിയില്ല എന്നർത്ഥം. നല്ല സിറ്റികളാണ്, നല്ല എന്താ പറയുക, ഏരിയാസൊക്കെ വളരെ നീറ്റാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഒരു ഗാർബേജിൻ്റെ പീസ് പോലും നമ്മൾ എവിടെയും കാണില്ല. അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ സിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വളരെ അത്ഭുതം തന്നെയാണ്. അത്രയ്ക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റി, ക്ലീൻ സിറ്റിയാണ് കേട്ടോ ഈ ബെൽജിയം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ സീബ്രുജിൽ എത്താനായി. ബെൽജിയത്തിൽ സീബ്രുജാണ് കാണാൻ പോകുന്നത്. സീബ്രുജ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ബെൽജിയത്തിലെ ഒരു കോസ്റ്റൽ ഏരിയ ആണ്, ചെറിയൊരു വില്ലേജാണ്. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ് ഈ സീബ്രുജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ സിറ്റിയിലെത്തി. അപ്പോൾ സിറ്റിയിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ. അപ്പം അങ്ങനെ 1-2 ഫോട്ടോ ഞാൻ എടുത്തതാണ്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി കാണുന്നത് മെർക്യുറിയുടെ ഒരു ഹോട്ടലും IBSൻ്റെ ഒരു ഹോട്ടലുമാണ്. ഓൾമോസ്റ്റ് ഏത് യൂറോപ്യൻ കൺട്രിയിൽ പോയി കഴിഞ്ഞാലും നവോട്ടലിൻ്റെ മെർക്യുറി അല്ലെങ്കിൽ IBS ഹോട്ടൽ നമുക്ക് എവിടെയും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് ട്രാമിൻ്റെ ഒരു ട്രാക്കാണ് കാണുന്നത്. ഒരു ട്രാം പോകുന്ന വീഡിയോ എടുക്കണമെന്നുണ്ട്. വരികയാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റി. ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ട്രാം പോകുന്നത് കണ്ടില്ലേ, ആ ട്രാക്കിലൂടെ ട്രാം പോകുന്നുണ്ട്. ആളുകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ മലപ്പുറത്തുള്ളൊരു ചങ്കും കൂടെ ഉണ്ട് കേട്ടോ. മൂപ്പരെ ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇതാണ് സിറ്റിയിലുള്ള ഓരോരോ ചെറിയ അടിപൊളി കാഴ്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ ചില ഭാഗത്ത് മരങ്ങളിലൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഇല പോലും ഇല്ല. പക്ഷേ അതേ സമയത്ത് വേറെ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പുള്ള ഏരിയകളും കാണാം. ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട് എല്ലാവിധ ഔട്ട്ലെറ്റ്സുകളും ഇവിടെ ഉണ്ട്. കേക്ക് ഷോപ്പ് ഉണ്ട്, കിഡ്സ് ഷോപ്പ് ഉണ്ട്, അതുപോലെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ അതുണ്ട്. പിന്നെ ബഡ്ജറ്റഡ് ഹോട്ടലുകൾ, 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അങ്ങനെ എല്ലാവിധ സെറ്റപ്പുകളും അടങ്ങിയ ഒരു കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. പിന്നെ അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ ജസ്റ്റ് സിറ്റിയിലൂടെയൊക്കെ ഒന്ന് കറങ്ങി കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ്. ഒരു കൊക്കക്കോളയും പ്രിങ്കിളും ഒക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഒന്ന് ക്ഷീണം തീർത്തിട്ട് നേരെ മുന്നോട്ട് നമ്മൾ ഇനിയും കുറച്ച് സ്ഥലങ്ങളൂടി കാണാനുള്ളത് കൊണ്ട് ഒന്ന് റീചാർജ് ചെയ്തതിന് ശേഷം കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഉച്ച സമയമാണ്. ചൂടുണ്ട്, അതേസമയത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ. ബെൽജിയം എന്ന് പറയുന്നത് നോർത്ത് യൂറോപ്പിലെ ഒരു കൺട്രിയാണ്. പക്ഷേ ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡച്ചും ഫ്രഞ്ചും ജർമ്മനുമാണ് ഉള്ളത്. ഇംഗ്ലീഷ് അധികം ആരും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. പിന്നെ ഒരു മോണ്യുമെൻറ്റ്സോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ ഒന്നും ഇംഗ്ലീഷിൽ ഇവിടെ കൊടുക്കില്ല. എല്ലാം ലോക്കൽ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബൈക്കിൽ കാണുന്ന ആള് ഒരു പോലീസുകാരനാണ് കേട്ടോ. അപ്പോൾ ഈ പോലീസുകാരനോട് വഴി ചോദിക്കുകയാണ് ഈ യാത്രക്കാരി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ തൊട്ടടുത്തെത്തുമ്പം വേറൊരാൾ കൈ കാണിച്ചിട്ട് വീണ്ടും വഴി ചോദിക്കുന്നുണ്ട്. അപ്പം പോലീസുകാരൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇവിടെ.
ബെൽജിയത്തിന്റെ പോപ്പുലേഷൻ ഏകദേശം 11.79 മില്യൺ വരുന്നാണ് വിക്കിപീഡിയ പ്രകാരം കണക്ക് പറയുന്നത്. അതുപോലെ ക്യാപിറ്റൽ വരുന്നത് ബ്രസീൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള സെന്റ് ആന്റോണിയസ് ആബ്ഡ് എന്ന് പറയുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസും അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുമാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.